നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8 CBSE ഹിന്ദി ചാപ്റ്റർ 2 ലാഖ് കി ചൂടിയ. ലാഖ് കി ചൂടിയ എന്ന പാഠം എഴുതിയിരിക്കുന്നത് ശ്രീ കാമത്താനാഥാണ്. ലേഖന്റെ ഗ്രാമത്തില് അരക്ക് കൊണ്ട് വളകളും ഗോലികളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബദലു എന്നാണ്. അപ്പൊ അദ്ദേഹം ഈ വളകളും ഗോലികളും ഒക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിലൂടെ ലേഖകൻ നമ്മളോട് പറയുന്നത്. ലാഖ് കി ചൂടിയ. सारे गांव में बदलू मुझे सबसे अच्छा आदमी लगता था क्योंकि वह मुझे सुंदर सुंदर लाख की गोलियां बनाकर देता था. ലാഖ് എന്ന് വെച്ചാൽ കോലരക്ക്. അപ്പോൾ ഈ തൻ്റെ ഗ്രാമത്തിൽ ലേഖകന് ഏറ്റവും ഇഷ്ടം ബദലു എന്ന വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹം കോലരക്ക് കൊണ്ട് ലേഖകന് ഒരുപാട് ഗോലികൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. നല്ല ഭംഗിയുള്ള ഗോലികൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. मुझे अपने मामा के गांव जाने का सबसे बड़ा चाव यही था कि जब मैं वहां से लौटता था तो मेरे पास ढेर सारी गोलियां होती, रंग बिरंगी गोलियां जो किसी भी बच्चे का मन मोह ले. चाव എന്ന് വെച്ചാൽ ഉത്സാഹം, ലൗട്ട്ന എന്ന് വെച്ചാൽ റിട്ടേൺ, മൻ മോഹ് എന്ന് വെച്ചാൽ ആനന്ദിക്കുക. അപ്പോൾ ലേഖകന്റെ മാമയുടെ ഗ്രാമത്തിലുള്ള വ്യക്തിയാണ് ഈ ബദലു. അപ്പോൾ ഈ ബദലു ആ ഗ്രാമത്തിലുള്ളത് കൊണ്ട് ലേഖകന് മാമയുടെ ഗ്രാമത്തിൽ പോകാൻ ഭയങ്കര ഉത്സാഹമാണ്. കാര്യം എന്താണ്? അവിടുന്ന് ആ ഗ്രാമത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ലേഖകന്റെ കയ്യിൽ ഒരുപാട് തരത്തിലുള്ള ഗോലികൾ കാണും. പല കളറിലുള്ളതും ഒക്കെ നല്ല ഭംഗിയുള്ള ഗോലികളുമായിട്ടാണ് ലേഖകൻ ആ ഗ്രാമത്തിൽ നിന്നും തിരിച്ചു വരുന്നത്. ഇതെല്ലാം ബദലു ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ആ ഗോലികൾ കണ്ടു കഴിഞ്ഞാൽ ഏത് കുട്ടികളും ഒന്ന് മോഹിച്ചു പോകും. वैसे तो मेरे मामा के गांव का होने के कारण मुझे बदलू को बदलू मामा कहना चाहिए था, परंतु मैं उसे बदलू मामा न कहकर बदलू काका कहा करता था, जैसा कि गांव के सभी बच्चे उसे कहा करते थे. गांव എന്ന് വെച്ചാൽ ഗ്രാമം, പരന്തു എന്ന് വെച്ചാൽ പക്ഷേ, കാക്ക എന്ന് വെച്ചാൽ അങ്കിൾ. അപ്പം ലേഖകന്റെ മാമന്റെ ഗ്രാമത്തിലായത് കാരണം ലേഖകൻ യഥാർത്ഥത്തിൽ ബദലുവിനെ ബദലു മാമ എന്നായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്. പക്ഷേ ബദലു മാമ എന്ന് വിളിക്കുന്നതിന് പകരം ലേഖകൻ ബദലുവിനെ ബദലു കാക്ക എന്നാണ് വിളിച്ചിരുന്നത്. കാര്യം എന്താണ്? ആ ഗ്രാമത്തിലെ കുട്ടികളെല്ലാം അദ്ദേഹത്തെ ബദലു കാക്ക എന്നായിരുന്നു വിളിക്കുന്നത്. അതുകൊണ്ട് ലേഖകനും കുട്ടികൾ വിളിക്കുന്ന പോലെ തന്നെ ബദലു കാക്ക എന്ന് വിളിച്ചു. ബദലു കാ മകാൻ കുച്ച് ഊഞ്ചേ പർ ബനാത്ത. ബദലുവിന്റെ വീട്, കെട്ടിടം കുറച്ച് ഉയരത്തിലായിരുന്നു പണിഞ്ഞിരുന്നത്. മകാൻ കെ സാമനെ ബഡാ സാ സഹൻ താ ജിസ്സേ ഏക് പുരാന നീം കാ വൃക്ഷ് ലഗാ താ. സഹൻ എന്ന് വെച്ചാൽ കോട്ടയാട്, അങ്കണം. അപ്പോൾ ബദലുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു കോട്ടയാട് ഉണ്ടായിരുന്നു. അവിടെ ഒരു നീമിൻ്റെ വൃക്ഷം ഉണ്ടായിരുന്നു. ഉസി കെ നീച്ചെ ബൈഠ്കർ ബദലു അപ്നാ കാം കിയാ കർത്താ താ. ആ നീം ട്രീയുടെ താഴെ ഇരുന്നുകൊണ്ടായിരുന്നു ബദലു തൻ്റെ ജോലികൾ ചെയ്തിരുന്നത്. ബഗൽ മേ ഭട്ടി ദഹക്തി രഹത്തി ജിസ്മേ വഹ് ലാഖ് പിക്കലായ കർത്താ താ. ഭട്ടി ദഹക്കന എന്ന് വെച്ചാൽ ചൂള എരിയുക, ലാഖ് എന്ന് വെച്ചാൽ അരക്ക്, പിക്കലാന എന്ന് വെച്ചാൽ ഉരുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണിശാലയിലെ എരിയുന്ന ചൂളയ്ക്കകത്ത് അദ്ദേഹം അരക്ക് ഉരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. सामने एक लकड़ी की चौखट पड़ी रहती जिस पर लाख के मुलायम होने पर वह उसे सलाख के समान पतला करके चूड़ी का आकार देता था. चौखट, लकड़ी की चौखट എന്ന് വെച്ചാൽ വുഡൻ ഫ്രെയിം. ലാഖ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു എന്താണ്? അരക്ക്. മുലായം എന്ന് വെച്ചാൽ സോഫ്റ്റ്. സലാഖ് എന്ന് വെച്ചാൽ കമ്പി. ചൂടി എന്ന് വെച്ചാൽ ബാങ്ക്. അരക്ക് ഉരുക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല സോഫ്റ്റ് ആവും. അങ്ങനെ സോഫ്റ്റ് ആയ അരക്ക് ഒരു വുഡൻ ഫ്രെയിമിൽ വെച്ച് ഒരു കമ്പി പോലെ അതങ്ങ് നേർപ്പിച്ച ശേഷം അതൊരു ബാങ്കിളിന്റെ ഷേപ്പിൽ ആക്കിയിടും. ചൂടിക്ക ആകാർ ദേന എന്ന് വെച്ചാൽ വളയുടെ ഷേപ്പ്. ആസ്മയും ചാർച്ച് വിഭിന്ന ആകാർ की बेलन नुमा मुंगेरिया रखी रहती जो आगे से कुछ पतली और पीछे से മോട്ടി ഹോത്തി. ബേലൻ നുമ മുഗേരിയ എന്ന് വെച്ചാൽ റൗണ്ട് വുഡ്, നമ്മുടെ ചപ്പാത്തി
ചപ്പാത്തി പരത്തുന്ന കൂട്ടുള്ള. പക്ഷേ ഇവിടെ അദ്ദേഹം വള ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേലനുമ മുങ്കേരിയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആഗേസെ കുച്ച് പത്തലി ഓർ പീച്ചേസെ മോട്ടി. അത് ഫ്രണ്ടിൽ തിന്നായിട്ടിരിക്കും, അങ്ങ് ബാക്കിലോട്ട് വരുമ്പോൾ അത് നല്ല തിക്കായിട്ടും ഇരിക്കും. ബേലനുമ മുങ്കേരി അദ്ദേഹം ഉപയോഗിക്കുന്ന ബേലനുമ മുങ്കേരിയുടെ ഒരു മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. लाख की चूड़ी का आकार देकर वह उन्हें मुंगेरियों पर चढ़ाकर गोल और चिकना बनाता और तब एक एक कर पूरे हाथ की चूड़ियां बना चुकने के पश्चात वह उन पर रंग करता. चिकना എന്ന് വെച്ചാൽ സ്മൂത്ത്, പത്തലി എന്ന് വെച്ചാൽ തിൻ, മോട്ടി എന്ന് വെച്ചാൽ ഫാറ്റ്, രംഗ് കർണ എന്ന് വെച്ചാൽ ടു കളർ, പശ്ചാത്ത് എന്ന് വെച്ചാൽ ആഫ്റ്റർ. അപ്പം ലാക്ക് കി ചൂടി കാ ആകാർ ദേക്കർ, അരക്ക് കൊണ്ടുള്ള എന്താണ് വളയ്ക്ക് ഒരു ഷേപ്പ് കൊടുത്തല്ലോ, അത് കൊടുത്ത ശേഷം ഉനെ മുങ്കേരിയോം പെർ ചടാക്കർ ഗോൾ ഔർ ചിക്കന ബനാത്ത, അതിനെ മുങ്കേരിയയിൽ വെച്ചിട്ട് നല്ല ഉരുണ്ടതാക്കിയും സോഫ്റ്റ് ആക്കിയും എടുക്കും. और तब एक एक कर पूरे हाथ की चूड़ियां बना चुकने के पश्चात वह उन पर रंग करता. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വളകൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം, പശ്ചാത്ത് എന്ന് വെച്ചാൽ അതിന് ശേഷം, ആഫ്റ്റർ, അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ വളകൾക്ക് കളർ കൊടുക്കും. ബദലു യഹ് കാര്യ സദാ ഹി ഏക് മച്ചിയെ പർ ബൈഠ്കർ കിയാ കർത്താ താ ജോ ബഹുത് ഹി പുരാനി തീ. മച്ചിയ എന്ന് വെച്ചാൽ സ്റ്റൂൾ, പുരാനി എന്ന് വെച്ചാൽ വളരെ പഴയത്. അപ്പോൾ ബദലു തൻ്റെ ജോലികളെല്ലാം ഒരു പഴയ സ്റ്റൂളിൻ്റെ പുറത്തിരുന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബഗൽ മേ ഹി ഉസ്കാ ഹുക്ക രഖാ രഹത്ത ജിസേ വഹ് ബീച്ച് ബീച്ച് മേ പീത്താ രഹത്ത. ബഗൽ എന്ന് വെച്ചാൽ സൈഡ്, ഹുക്ക എന്ന് വെച്ചാൽ അറിയില്ല, നമ്മൾ ഹുക്ക വലിക്കുന്ന പുക വലിക്കുന്ന പോലുള്ള ഒരു സംഭവമാണ്. അപ്പം ഈ ഇദ്ദേഹം ജോലി ചെയ്യുന്നതിൻ്റെ സൈഡിൽ തന്നെ അദ്ദേഹം ഒരു ഹുക്ക വെക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ബീച്ച് ഇടയ്ക്കിടയ്ക്ക് പീത്ത എന്ന് വെച്ചാൽ അത് വലിക്കുക, ഇവിടെ കുടിക്കുക എന്നാണ് പീത്തയുടെ അർത്ഥമെങ്കിലും ഹുക്ക പീന എന്ന് വെച്ചാൽ ഹുക്ക വലിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം സൈഡിൽ വെച്ചിരിക്കുന്ന ഹുക്ക ഈ ജോലിയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വലിക്കും. गांव में मेरा दोपहर का समय अधिकतर बदलू के पास बीत. दोपहर എന്ന് വെച്ചാൽ ആഫ്റ്റർനൂൺ, അധികതർ എന്ന് വെച്ചാൽ കൂടുതലും, പാസ് ബീത്തന എന്ന് വെച്ചാൽ അടുത്ത് ചെലവഴിക്കുക. അപ്പം ലേഖകൻ ഗ്രാമത്തിലായിരിക്കുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉച്ച കഴിഞ്ഞുള്ള കൂടുതൽ സമയം അദ്ദേഹം ബദലുവിൻ്റെ അടുത്തായിരുന്നു ചെലവഴിച്ചിരുന്നത്. വ മുझे लला कहा करता और मेरे पहुंचते ही मेरे लिए തുരന്ത് ഏക് മച്ചിയ മങ്കാ ദേത്ത. അപ്പോൾ ബദലു ലേഖകനെ ലല എന്നായിരുന്നു വിളിച്ചിരുന്നത്, സ്നേഹത്തോടു കൂടി. അപ്പം ഈ ലേഖകൻ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ലേഖകനും കൂടെ വേണ്ടി ഒരു സ്റ്റൂള് അറേഞ്ച് ചെയ്യും. മൈ ഖണ്ഡോം ബൈട്ടെ ബൈട്ടെ ഉസേ ഇസ് പ്രകാർ ചൂടിയാം ബനാത്തെ ദേഖ്താ രഹത്ത. ഖണ്ഡം എന്ന് വെച്ചാൽ മണിക്കൂറുകൾ. അപ്പോൾ ലേഖകൻ മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് അദ്ദേഹം ബാംഗിൾസ് ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കും. ലഗ്ഭഗ് റോജ് ഹി വഹ് 4-6 ജോഡെ ചൂടിയാം ബനാത്ത. ദിവസം ഏകദേശം അദ്ദേഹം ഒരു 4-6 ജോഡി ബാംഗിൾസ് ഉണ്ടാക്കും. പൂരാ ജോഡ ബനാ ലേനെ പർ വഹ് ഉസേ ബേലൻ പർ ചടാക്കർ കുച്ച് ക്ഷൺ ചുപ്ചാപ്പ് ദേഖ്താ രഹത്ത മാനോ വഹ് ബേലൻ ന ഹോ കിസി നവവധു കി കലായി ഹോ. ബേലൻ എന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ വളയൊക്കെ ഇട്ട് നോക്കുക, അതായത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ കയ്യിൽ വളയിടുന്നതിന് പകരം ഈ സിലിണ്ടറിക്കൽ ഷേപ്പായിട്ടുള്ള ഇതിനകത്തൊന്ന് ഇട്ട് നോക്കും, കയ്യിലെങ്ങനെ ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇദ്ദേഹം ഈ വളകളെല്ലാം ഉണ്ടാക്കിയ ശേഷം ഇതുപോലൊരു ബേലനകത്തേക്ക് ഈ ചൂടിയാം എല്ലാം ഇട്ട് നോക്കിയ ശേഷം അതിൻ്റെ ഭംഗിയൊന്ന് നോക്കി നിൽക്കും. അദ്ദേഹം അതിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടാൽ അത് ബേലൻ അല്ല, അതേതോ ഒരു നവവധുവിൻ്റെ കൈത്തണ്ടയാന്ന് നമുക്ക് തോന്നിപ്പോകും. ബദലു മണിഹാർ था, चूड़ियाँ बनाना उसका पैतृक पेशा था और वास्तव में वह बहुत ही सुंदर चूड़ियाँ बनाता था. മണിഹാർ എന്ന് വെച്ചാൽ വൺ ഹു മേക്സ് ബാംഗിൾസ്, വളകൾ ഉണ്ടാക്കുന്ന ആളിനെയാണ് മണിഹാർ എന്ന് പറയുന്നത്. ചൂടിയാം ബനാന ഉസ്കാ പൈതൃക് പേശാ था और वास्तव में वह बहुत ही सुंदर चूड़ियां बनाता था. പേശ എന്ന് വെച്ചാൽ പ്രൊഫഷൻ, പൈതൃക് പേശ എന്ന് വെച്ചാൽ പാരമ്പര്യമായി കിട്ടിയ പ്രൊഫഷൻ.
അപ്പം ബദലുവിൻ്റെ പാരമ്പര്യമായി കിട്ടിയ പ്രൊഫഷനാണ് വളകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അദ്ദേഹം നല്ല ഭംഗിയുള്ള വളകൾ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ഉസ്കി ബനായി ഹുയി ചൂടിയോം കി കപത്ത് ബി ബഹുത്ത് തീ. കപത്ത് എന്ന് വെച്ചാൽ കൺസംഷൻ. അപ്പം അദ്ദേഹം ഉണ്ടാക്കിയ വളകൾക്ക് നല്ല കൺസംഷൻ ആയിരുന്നു, അതായത് ഒരുപാട് ആളുകൾ അത് മേടിക്കുമായിരുന്നു. ഉസ് ഗാവ് മേ തോ സബി സ്ത്രീയാം ഉസ്കി ബനായി ഹുയി ചൂടിയാം പഹൻതി ഹി തീ. ആസ് പാസ് കെ ഗാവോ കെ ലോഗ് ബി ഉസസെ ചൂടിയാം ലേ ജാത്തെ തെ. ആ ഗ്രാമത്തിലുള്ള മിക്കവാറും എല്ലാ സ്ത്രീകളും തന്നെ ഇദ്ദേഹം ഉണ്ടാക്കിയ ബാംഗിൾസ് ആയിരുന്നു പണിഞ്ഞിരുന്നത്. അതുകൂടാതെ തന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വന്ന് ബാംഗിൾസ് മേടിക്കുമായിരുന്നു. പരന്തു വഹ് കബി ബി ചൂടിയോ കോ പൈസേ സേ ബേച്താ നത. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഈ ബാംഗിൾസ് പൈസയ്ക്ക് വിൽക്കത്തില്ലായിരുന്നു. ഉസ്കാ അഭി തക് വസ്തു വിനിമയ കാ തരീഖാ താ और लोग अनाज के बदले उससे चूड़ियाँ ले जाते थे. അതായത് അദ്ദേഹം പൈസ മേടിക്കുന്നതിന് പകരം എന്തെങ്കിലും വസ്തുക്കളായിരുന്നു മേടിക്കുന്നത്. എന്തെങ്കിലും ധാന്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പകരം മേടിച്ചിട്ടായിരുന്നു അദ്ദേഹം വളകൾ വിറ്റിരുന്നത്. ബദലു സ്വഭാവ് സേ ബഹുത് സീതാത്ത. അദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. അദ്ദേഹം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. मैंने कभी भी उसे किसी से झगड़ते नहीं देखा. ജഗഡ്ന എന്ന് വെച്ചാൽ വഴക്കിടുക. അപ്പം ലേഖകൻ അദ്ദേഹത്തെ ഒരിക്കലും എങ്ങും വഴക്കിട്ട് കണ്ടിട്ടില്ല. ഹാ ഷാദി വിവാഹക്കെ അവസരം പർ അവശ്യ ജിത് പക്കട്ട് ജാത്താത്ത. വേറൊന്നുണ്ട്, കല്യാണം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പം അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആവും. ജിത് പക്കട്ന എന്ന് വെച്ചാൽ ഇച്ചിരി സ്റ്റബേർഡ്നെസ്, ഇച്ചിരി ധാർഷ്ട്യമൊക്കെ കാണിക്കും. എന്തെങ്കിലും കല്യാണത്തിനൊക്കെ ഒരു വളകൾക്കുള്ള ആവശ്യമൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാം. जीवन भर चाहे कोई उससे मुफ्त चूड़ियां ले जाए, परंतु विवाह के अवसर पर वह सारी कसर निकाल लेता था. അദ്ദേഹം അല്ലാതെയൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫ്രീ ആയിട്ടൊക്കെ ആളുകൾ ബാംഗിൾസ് മേടിച്ചുകൊണ്ട് പോയേക്കാം. പക്ഷേ ഒരിക്കലും അദ്ദേഹം ഒരു വിവാഹത്തിൻ്റെ അവസരത്തിൽ അങ്ങനൊരു ഫ്രീ ഇതായിട്ട് കൊടുക്കത്തില്ല. അദ്ദേഹം ആ സമയത്ത് മാക്സിമം ട്രബിൾ ഉണ്ടാക്കും. അതായത് ഈ വള മേടിക്കുന്നവർക്ക് പരമാവധി ട്രബിൾ ഉണ്ടാക്കി അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ വേണമെന്നുള്ള ആഗ്രഹമായിരിക്കും. അപ്പം ആഖിർ സുഹാഗ് കെ ജോഡോ കാ മഹത്വ ഹി ഔർ ഹോത്താ ഹെ. സുഹാഗ് കെ ജോഡോ എന്ന് വെച്ചാൽ ഹണി കപ്പിൾ. അപ്പം വിവാഹത്തിൻ്റെ ഒരു ഹണി കപ്പിളിൻ്റെ ഒരു മഹത്വം കൂടുതലാണ്. മുझे याद है मेरे मामा के यहाँ किसी लड़की के विवाह पर जरा सी किसी बात पर बिगड़ गया था और फिर उसको मनाने में लोहे लग गए थे. ലോഹെ ലഗ് ജാന എന്ന് വെച്ചാൽ മുഷ്കിൽ ഹോ ജാന, പാടുപെടുക. ലേഖകൻ്റെ മാമയുടെ വീടിനടുത്ത് ബദലു ഒരു കല്യാണത്തിന് ഇതുപോലെ അങ്ങ് വീട്ടുകാരുടെ അടുത്ത് തിരിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ എല്ലാവരും ഒരുപാട് പാടുപെട്ടു. विवाह में इसी जोड़े का मूल्य इतना बढ़ जाता था कि उसके लिए उसकी घरवाली को सारे वस्त्र मिलते, ढेरों अनाज मिलता, उसको अपने लिए पगड़ी मिलती और रुपये जो मिलते सो अलग. അതായത് ഈ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ബദലുവിന് ഇഷ്ടം പോലെ മൂല്യത്തിലുള്ള സാധനം കിട്ടും. ബദലുവിൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയുള്ള വസ്ത്രം, ഇഷ്ടം പോലെ ധാന്യങ്ങൾ, അതേപോലെ ബദലുവിന് വെക്കാൻ തലപ്പാവ്, പിന്നെ രൂപ, പൈസ വേറെ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ ബദലു ഈ വളകൾക്ക് പകരമായിട്ട് കല്യാണ വീട്ടിൽ നിന്ന് മേടിച്ചിട്ടേ പോകാറുള്ളൂ. यदि संसार में बदलू को किसी बात से चिढ़ थी तो वह थी खांच की चुड़ियों से. ചിടന എന്ന് വെച്ചാൽ ഇറിറ്റേറ്റ്. അപ്പോൾ ഈ സംസാരം എന്ന് വെച്ചാൽ ലോകം. ഈ ലോകത്തിൽ ബദലുവിന് എന്തിനോടെങ്കിലും ഒരു ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ അത് കാഞ്ചിക്ക് ചൂടിയാ. കാഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്. അപ്പോൾ കാഞ്ചിക്ക് ചൂടിയാന്ന് വെച്ചാൽ കുപ്പിവള. അപ്പം ബദലുവിന് ഇറിറ്റേഷൻ തോന്നുന്നൊരു കാര്യം കുപ്പിവളയോടാണ്. ബദലുവിന് അത് ഇഷ്ടമല്ല. यदि किसी भी स्त्री के हाथों में उसे कांच की चूड़ियां दिख जाती तो वह अंदर ही अंदर खुद उड़ता और कभी कभी तो 2-4 बातें भी सुना देता. അപ്പം ഈ കുട് ഉടനാന്ന് വെച്ചാൽ ഗെറ്റ് ആംഗ്രി, ദേഷ്യം വരിക. അപ്പം ഈ ബദലു എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീകളുടെ കയ്യിൽ കുപ്പിവള കണ്ടു കഴിഞ്ഞാൽ ബദലുവിന് പെട്ടെന്ന് ഉള്ളിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ചെയ്യും. ചിലപ്പോഴൊക്കെ അവരോട് 3-4 വാക്ക് ദേഷ്യത്തോടെ പറയുകയും ചെയ്യും.
അപ്പോൾ ബദലു അരക്ക് കൊണ്ടുള്ള വളകളാണ് ബദലു ഉണ്ടാക്കുന്നത്. ബദലുവിന് ഒരിക്കലും ഈ ഗ്ലാസ് കൊണ്ടുള്ള വളകൾ ഇഷ്ടമല്ല. അതിടുന്ന സ്ത്രീകളെ കാണുമ്പോഴും ബദലുവിന് ദേഷ്യം വരും. ചിലപ്പോഴൊക്കെ ബദലു അവരോട് അതിനുള്ള ആ ദേഷ്യം തീർക്കുന്ന രീതിയിലുള്ളൊരു മറുപടി പറയുകയും ചെയ്യും. ഇവിടെ ഒരു വാക്ക് നമ്മൾ വിട്ടെ, പകടി എന്ന് വെച്ചാൽ തലപ്പാവ്. മുജ്സേ തോ വഹ് ഘണ്ടോ ബാത്തേ കിയാ കർത്ത. ലേഖകന്റെ അടുത്ത് ബദലു മണിക്കൂറുകളോളം വർത്തമാനം പറയും. കബി മേരി പടായി കെ ബാരെ മേ പൂछता, കബി മേരെ ഘർ കെ ബാരെ മേ, और കബി യോ ഹി ഷഹർ കെ ജീവൻ കെ ബാരെ മേ. ചിലപ്പോഴൊക്കെ ലേഖകന്റെ പഠിത്തത്തെക്കുറിച്ച് ചോദിക്കും. കബി മേരെ ഘർ കെ ബാരെ മേ, ചിലപ്പോൾ ലേഖകന്റെ വീടിനെ കുറിച്ച് ചോദിക്കും. और കബി യോ ഹി ഷഹർ കെ ജീവൻ കെ ബാരെ മേ, പിന്നെ ചിലപ്പോഴൊക്കെ പട്ടണത്തിലെ ജീവിതത്തെക്കുറിച്ചും ചോദിക്കും. मैं उससे कहता कि शहर में सब कांच की चूड़ियां पहनते हैं, तो वह उत्तर देता. അപ്പം ലേഖകൻ ബദലുവിനോട് പറയും, പട്ടണത്തിലെ എല്ലാവരും കുപ്പിവളയാണ് ഇടുന്നത്. അത് കേൾക്കുമ്പോൾ ബദലു ഇങ്ങനെ പറയും, ഷെഹർ കി ബാത്ത് ഔർ ഹേ ലല്ല, പട്ടണത്തിലെ കാര്യം വേറെയാണ് ലല്ല. വഹാ തോ സബി കുച്ച് ഹോത്താ ഹെ, അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. वहाँ तो औरतों अपने मर्द का हाथ पकड़कर सड़कों पर घूमती भी है. അവിടെയാണെങ്കിൽ ഔരത്ത് എന്ന് വെച്ചാൽ സ്ത്രീ, മരത് എന്ന് വെച്ചാൽ ഹസ്ബൻഡ്, ഹാത്ത് പക്കട്ന എന്ന് വെച്ചാൽ കൈ പിടിക്കുക, സടക് എന്ന് വെച്ചാൽ റോഡ്, ഘൂംന എന്ന് വെച്ചാൽ യാത്ര ചെയ്യുക. അപ്പം സിറ്റിയിൽ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് റോഡിലൂടെ നടക്കുന്നതും യാത്ര ചെയ്യുന്നതും എല്ലാം. और फिर उनकी कलाइयाँ नाजुक होती है ना. അപ്പോൾ അവരുടെ കലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈത്തണ്ട. അപ്പോൾ അവരുടെ കൈത്തണ്ട വളരെ നാജുക്കായിരിക്കും. നാജുക്ക് എന്ന് വെച്ചാൽ ദുർബലം. അപ്പോൾ അവരുടെ കൈ വളരെ ദുർബലമായിരിക്കും. ലാക്ക് കി ചുടിയാൻ പഹനേത്തോ മോച്ചന ആജായേ, അവർ ഈ അരക്കിൻ്റെ വളകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മോച്ച് വരും. മോച്ച് എന്ന് വെച്ചാൽ ഉളുക്ക്, അതായത് സ്പ്രെയിൻ ഉണ്ടാകും. കബി കബി ബദലു മേരി അച്ചി കാസി കാതിർ ബി കർത്ത. കാസി കാതിർ എന്ന് വെച്ചാൽ ആർക്കെങ്കിലും വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിനാണ് കാസി കാതിർ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ ബദലു ലേഖകന് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്താണ്? ജിൻ ദിനോ ഉസ്കി ഗായ് കെ ദൂത് ഹോത്താ വ സദാ മേരെ ലിയെ മലായി ബച്ചാക്കർ രഖ്താ, और आम की फसल में तो मैं रोज ही उसके यहाँ से 2-4 आम खा आता. അപ്പോൾ ഈ ബദലുവിൻ്റെ വീട്ടിലെ പശുവിൻ്റെ പാലിൽ നിന്നെടുക്കുന്ന മലായി എന്ന് വെച്ചാൽ വെണ്ണ ശേഖരിച്ച് വെച്ചിരുന്ന് ഇദ്ദേഹം ലേഖകന് കൊടുക്കും. അതുപോലെ അവരുടെ മാവിൽ നിന്നുള്ള മാങ്ങയും ലേഖകന് വേണ്ടി ബദലു ശേഖരിച്ച് വെച്ചിരിക്കും. परंतु इन सब बातों के अतिरिक्त जिस कारण वह मुझे अच्छा लगता वह यह था कि लगभग रोज ही वह मेरे लिए 1-2 गोलियां बना देता. അപ്പം ഓൾറെഡി ഈ ബദലു ഇദ്ദേഹത്തിന് മാങ്ങ കഴിക്കാൻ കൊടുക്കുകയും വെണ്ണ കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നാലും ലേഖകന് ബദലുവിനെ കൂടുതൽ ഇഷ്ടം മറ്റൊരു കാര്യം കൊണ്ടാണ്. അതെന്താണ്? ബദലു അദ്ദേഹത്തിന് ദിവസവും ഒരു 1-2 ഗോലിയെങ്കിലും പണിഞ്ഞ് കൊടുക്കും. അതാണ് ലേഖകന് ഏറ്റവും കൂടുതൽ ബദലുവിന്റെ കാര്യത്തിൽ ഇഷ്ടം. मैं बहुधा हर गर्मी की छुट्टी में अपने मामा के यहाँ चला जाता और 1-8 महीने वहाँ रहकर स्कूल खुलने के समय तक वापस आ जाता. 8 महीना എന്ന് വെച്ചാൽ ഹാഫ് മന്ത്. അപ്പോൾ ലേഖകൻ പറയുകയാണ്, അദ്ദേഹം സമ്മർ ഹോളിഡേയ്സിൽ മാമയുടെ അവിടെ പോയിട്ട് ഒരു അരമാസം വെച്ചാൽ ഒരു 15 ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ട് സ്കൂൾ തുറക്കുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. വാപ്പസ് ആനാന്ന് വെച്ചാൽ തിരിച്ചു വരിക. परंतु 2-3 बार ही मैं अपने मामा के यहाँ गया होगा, तभी मेरे पिता की एक दूर के शहर में बदली होगी और एक लंबी अवधि तक मैं अपने मामा के गांव न जा सका. परंतु എന്ന് വെച്ചാൽ പക്ഷേ, ബദലി ഹോ ജാന എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ആകുക അല്ലെ ചേഞ്ച് ആവുക. ഇങ്ങനെ ലേഖകൻ ഒരു 2-3 ടൈംസ് ഇതുപോലെ വെക്കേഷൻ ഹോളിഡേയ്സിന് തൻ്റെ മാമയുടെ വീട്ടിൽ പോയി വന്നു. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു?
അദ്ദേഹത്തിൻ്റെ അച്ഛന് വളരെ ദൂരെയുള്ള ഒരു സിറ്റിയിലേക്ക് ട്രാൻസ്ഫറായി. അങ്ങനെ ട്രാൻസ്ഫറായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ പോയപ്പോൾ പിന്നീടുള്ള കുറേ കാലത്തേക്ക് വെക്കേഷന് ഇദ്ദേഹത്തിന് മാമയുടെ നാട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല. അതൊരു നീണ്ടൊരു ബ്രേക്കായിരുന്നു. तब लगभग 8-10 वर्षों के बाद जब मैं वहाँ गया तो इतना बड़ा हो चुका था कि लाख की गोलियों में मेरी रुचि नहीं रह गई थी. അതായത് ആ ഒരു നീണ്ട കാലം എന്ന് വെച്ചാൽ ഒരു 8-10 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഒരു 8-10 വർഷങ്ങളുടെ ബ്രേക്കിന് ശേഷമാണ് അദ്ദേഹത്തിന് തൻ്റെ മാമയുടെ ഗ്രാമത്തിലേക്ക് പോകാൻ സാധിച്ചത്. പക്ഷെ അപ്പോഴത്തേക്കും അദ്ദേഹം അങ്ങ് വലുതായി. ലേഖകൻ വലുതായപ്പോൾ അദ്ദേഹത്തിന് കൊച്ചുനാളിൽ ലാഖ് കി ഗോലിയോടുണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് ഇല്ലാതായി. अतः गांव में होते हुए भी कई दिनों तक मुझे बदलू का ध्यान न आया. അപ്പം എന്താ സംഭവിച്ചത്? ആ ഗ്രാമത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചെന്നിട്ടും കുറച്ച് ദിവസത്തേക്ക് ലേഖകന് ബദലുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ വന്നില്ല. കാരണം അദ്ദേഹത്തിന് ഗോലിയെ കുറിച്ചുള്ള ചിന്ത വന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ബദലുവിൻ്റെ കാര്യവും പെട്ടെന്ന് ഓർമ്മയിൽ വന്നില്ല. इस बीच मैंने देखा कि गांव में लगभग सभी स्त्रियां कांच की चूड़ियां पहनने हैं. അതായത് ആ ഇടയ്ക്ക് ലേഖകൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചെന്താണ്? ഗ്രാമത്തിലുള്ള മിക്കവാറും എല്ലാ സ്ത്രീകളും കുപ്പിവിളകളാണ് ധരിക്കുന്നത്. വിരലെ ഹി ഹാത്തോ മേ മൈനെ ലാഖ് കി ചൂടിയാ ദീക്കി. വിരലെന്ന് വെച്ചാൽ റെയർ, വളരെ റെയറായിട്ടുള്ള കൈകളിൽ മാത്രമേ അദ്ദേഹം ലാഖിൻ്റെ ചൂടികൾ കണ്ടുള്ളൂ. തബ് ഏക് ദിൻ സഹസാ മുജെ ബദലു കാ ധ്യാൻ ഹോ ഗയാ. പെട്ടെന്നൊരു ദിവസം ലേഖകന് ബദലുവിനെ കുറിച്ചൊരു ഓർമ്മ വന്നു. ബാത് യേ ഹുയി കി बरसात में मेरे मामा की छोटी लड़की आंगन में फिसलकर गिर पड़ी और उसके हाथ के कांच की चूड़ी टूटकर उसकी कलाई में घुस गई और उससे खून बहने लगा. അപ്പോൾ ഈ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ബദലുവിനെ ഓർമ്മ വരാനുള്ളൊരു ഇൻസിഡൻ്റാണ്. എന്താണ്? ബാത് യഹേ, ഇതാണ് കാര്യം. എന്താണ്? ബർസാത്ത് മേ മേരെ മാമാ കി ചോട്ടി ലടുക്കി ആംഗൻ മേ ഫിസൽ കർ ഗിർപ്പടി. മഴയത്ത് എൻ്റെ മാമയുടെ കൊച്ചു പെൺകുട്ടി മുറ്റത്ത് തെന്നി വീണു. और उसके हाथ की कांच की चूड़ी टूटकर, എന്നിട്ട് അവളുടെ കയ്യിലുള്ള കുപ്പിവള പൊട്ടി. ഉസ്കി കലായി മേ ഘുസ് ഗയി, അവിടെ കയ്യിൽ തുളഞ്ഞു കയറി. और उससे खून बहने लगा, അതിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങി. खून എന്ന് വെച്ചാൽ ബ്ലഡ്. മേരെ മാമ ഉസ് സമയ ഘർ പർ നതി, ആ സമയത്ത് എൻ്റെ മാമ വീട്ടിലില്ലായിരുന്നു. മുജെ ഹി ഉസ്കി മർഹം പട്ടി കർണിപ്പടി. അപ്പോൾ ഇതിൻ്റെ ആ കുട്ടിയുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യേണ്ടി വന്നത് ലേഖകനാണ് കൈമുറിഞ്ഞു കഴിഞ്ഞപ്പോൾ. തബി സഹസാ മുജെ ബദലു കാ ധ്യാൻ ഹോ ആയ ഔർ മൈനെ സോച്ച കി ഉസ്സെ മിൽ ആവും. ഈ കുപ്പികളുടെ പ്രശ്നം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ ലേഖകന് ബദലുവിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു. അദ്ദേഹത്തെ കാണാൻ ലേഖകൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. അതഹ ഷാം കോ മൈ ഘുംതെ ഘുംതെ ഉസ്കെ ഘർ ചലാ ഗയ. അങ്ങനെ വൈകുന്നേരം, ഷാം എന്ന് വെച്ചാൽ ഈവനിങ്, വൈകുന്നേരം ഇദ്ദേഹം നടന്ന് ബദലുവിൻ്റെ വീട്ടിൽ ചെന്നു. ബദലു വഹീം ചബൂത്തരെ പർ നീം കെ നീച്ചെ എക് ഖാട്ട് പർ ലേട്ടാത്ത. ചബൂത്തര എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം, ഖാട്ട് എന്ന് വെച്ചാൽ കോട്ട്, ലേട്ടന എന്ന് വെച്ചാൽ കിടക്കുക, കോട്ടെന്ന് വെച്ചാൽ കട്ടിലാണേ, കാട്ടെന്ന് വെച്ചാൽ. അപ്പോൾ ബദലു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള നീം ട്രീയുടെ താഴെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പ്ലാറ്റ്ഫോമിലൊരു കട്ടിലിൽ കിടക്കുകയായിരുന്നു. നമസ്തേ ബദലു കാക്ക മൈനെ കഹ. ലേഖകൻ ബദലു കാക്കയ്ക്ക് ഒരു നമസ്തേ പറഞ്ഞു. നമസ്തേ ഭയ്യ. ഉസ്നെ മേരി നമസ്തേ കാ ഉത്തർ ദിയ ഔർ ഉട്ട്കർ ഖാട്ട് പർ ബൈഠ് ഗയ. ബദലു കാക്കയും ലേഖകന് മറുപടി കൊടുത്തിട്ട് അദ്ദേഹം എഴുന്നേറ്റ് കട്ടിലേൽ ഇരുന്നു. परंतु उसने मुझे पहचाना नहीं और देर तक मेरी ओर निहारता रहा. पहचानना എന്ന് വെച്ചാൽ തിരിച്ചറിയുക, നിഹാർന എന്ന് വെച്ചാൽ ധ്യാൻപൂർവക് ദേഖ്ന, ശ്രദ്ധിച്ച് നോക്കുക. ബദലു കാക്കായ്ക്ക് ലേഖകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കുറേ നേരം ലേഖകനെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു. മൈഹൂം ജനാർദ്ദൻ കാക്ക, ഞാൻ ജനാർദ്ദനാണ് കാക്ക. आपके पास से गोलियां बनवाकर ले जाता था,
ഞാൻ താങ്കളുടെ അടുത്തുനിന്ന് ഗോലി ഉണ്ടാക്കിച്ചുകൊണ്ട് പോകുമായിരുന്നു. മൈനെ അപ്ന പരിചയതയാ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലേഖകൻ തന്റെ പരിചയം പുതുക്കി. ബദലു ഫിർ ബി ചുപ് രഹാ. ബദലു പിന്നെയും മിണ്ടാതിരുന്നു. ആനോ വഹ് അപ്നി സ്മൃതി പടൽ पर अतीत के चित्र उतार रहा हो और तब वह एकदम बोल पड़ा. അപ്പോൾ ബദലു ഇങ്ങനെ പിന്നെയും മിണ്ടാതിരുന്ന എന്താണ്, അത് കാണുമ്പോൾ തന്നെ അറിയാം. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നും വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന പോലെയാണ് പുള്ളിയുടെ ഇരിപ്പ്. ഔർ തബ് വഹ് ഏക്ദം ബോൽ പടാ. പെട്ടെന്ന് ബദലു സംസാരിച്ചു തുടങ്ങി. ആവോ ആവോ ലലാ ബേട്ടോ. അതെ ബൈട്ടോ. അതായത് പെട്ടെന്ന് തന്നെ ബദലുവിന് ഓർമ്മ വന്നു. അദ്ദേഹം പറഞ്ഞു, വരൂ ലലാ ബൈട്ടോ, ഇരിക്കൂ. ബഹുത് ദിൻ ബാദ് ഗാവായി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണോ ഗ്രാമത്തിൽ വന്നത്? അപ്പം ബദലു ഇദ്ദേഹത്തെ മറന്നുപോയതല്ല, അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു. പെട്ടെന്ന് ലേഖകൻ ഇത്രയും വലിയൊരു ആളായിട്ട് ചെന്ന് കണ്ടപ്പം ബദലുവിന് മനസ്സിലായില്ല. പക്ഷേ ലേഖകൻ പരിചയപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ലലായെ ഓർത്തു. ഹാ ഇധർ ആന നഹി ഹോ സകാ കാക്ക. मैंने चारपाई पर बैठते हुए उत्तर दिया. അപ്പം ലേഖകൻ കോട്ടിലിരുന്നു കൊണ്ട് അതിൻ്റെ മറുപടി പറഞ്ഞു, ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഗ്രാമത്തിൽ വന്നത്, എനിക്ക് ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. കുച്ച് ദേർ ഫിർ ശാന്തി രഹി. കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും വേണ്ടിയില്ല. മൈനെ ഇതർ ദൃഷ്ടി ദൗഡായി. ദൃഷ്ടി ദൗഡാന്ന് വെച്ചാൽ നോട്ടറിയുക. ലേഖകൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് നോക്കി. न तो मुझे उसकी मछिया ही नजर आई नहीं भट्टी. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ടൊന്നും അദ്ദേഹത്തിന്റെ മച്ചിയായും കണ്ടില്ല, അദ്ദേഹത്തിന്റെ ഫർണസും ഒന്നും കണ്ടില്ല. ആജ്കൽ കാം നഹി കർത്തേ കാക്ക മൈനെ പൂച്ച. ഇപ്പോ താങ്കൾ ജോലിയൊന്നും ചെയ്യാറില്ലേ കാക്ക എന്ന് ലേഖകൻ ചോദിച്ചു. നഹി ലല, കാം തോ കൈ സാൽ സേ ബന്ദ് ഹെ. ഇല്ലലല, ഞാൻ കുറേ വർഷങ്ങളായി ഞാൻ ജോലി ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. മേരി ബനായി ഹുയി ചൂടിയ കോയി പൂച്ചേ തബ്തോ. ഞാൻ ഉണ്ടാക്കിയ വളകൾ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ മാത്രം ചെയ്യും. ഗാവ് മേ കാഞ്ച് കാ പ്രചാർ ഹോ ഗയ. ഗ്രാമങ്ങളിലെല്ലാം കുപ്പിവളയുടെ പ്രചാരമാണ് ഉള്ളത്. ഇപ്പം എല്ലാവരും കുപ്പിവളയാണ് ഉപയോഗിക്കുന്നത്. ബഹ് കുച്ച് ദേർ ചുപ് രഹാ ഫിർ ബോല, മഷീൻ യുഗ് ഹേ നാ യഹ് ലലാ. പിന്നെയും അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, എന്താണ് ഇപ്പോൾ മെഷീൻ്റെ യുഗമല്ലേ ലലാ. അതായത് ഇപ്പം വളകളെല്ലാം മെഷീൻ്റെ സഹായത്തോടെ ഉണ്ടാക്കും. പണ്ട് ഇവർ കൈ കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം മെഷീനാണ് ഉണ്ടാക്കുന്നത്. ആജ്കൽ സബ് കാം മെഷീൻ സേ ഹോത്താ ഹേ. എല്ലാ ജോലിയും മെഷീനാണ് ചെയ്യുന്നത്. കേത് ബി മെഷീൻ സേ ജോത്തേ ജാത്തേ ഹേ. നിലമുഴുന്നതും മെഷീനാണ്. और फिर जो सुंदरता कांच की चूड़ियों में होती है लाख में कहाँ संभव है. അതേപോലെ തന്നെ കുപ്പിവിളയ്ക്കുള്ള ഭംഗി എങ്ങനെയാണ് അരക്കിന്റെ വിളയ്ക്കുണ്ടാവുക. ലേക്കിൻ കാഞ്ച് ബഡാ ഖതർനാക് ഹോത്താ ഹേ. ഖതർനാക് എന്ന് വെച്ചാൽ ഡേഞ്ചറസ്. ഇപ്പം ലേഖകൻ പറഞ്ഞു, കുപ്പിവിള പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ബഡി ജൽദി ടൂട്ട് ജാത്താ ഹേ. പെട്ടെന്നത് പൊട്ടിപ്പോകും. മൈനെ കഹാ. ലേഖകൻ പറഞ്ഞു, नाजुक तो फिर होता ही है लला. नाजुक എന്ന് വെച്ചാൽ ദുർബലം. करते करते उसे कासी आ गई और वह देर तक कास्ता रहा. നാജുക് എന്ന് വെച്ചാൽ അതായത് ഈ കുപ്പിവള വളരെ വീക്കാണ്. നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും, നമുക്ക് അപകടം ഉണ്ടാവുകയും ചെയ്യും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന തന്നെ ബദലു കാക്ക കാസിയാന എന്ന് വെച്ചാൽ ചുമ വരിക. ചുമ വന്നിട്ട് അദ്ദേഹം അങ്ങ് കുറേ നേരത്തേക്ക് അങ്ങ് ചുമയ്ക്കാൻ തുടങ്ങി. മുജെ ലഗാ ഉസേ ദമാ ഹേ. ലേഖകന് തോന്നി അദ്ദേഹത്തിന് ദമ ആണെന്ന്. ദമ എന്ന് വെച്ചാൽ ആസ്മ. അദ്ദേഹത്തിന് ആസ്മയാണെന്ന് ലേഖകന് തോന്നി. അവസ്ഥ കെ സാത്ത് സാത്ത് ഉസ്ക ശരീർ ഠൽ ചുക്കാത്ത. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ശരീരവും വളരെ വീക്കായിരുന്നു. ഉസ്കെ ഹാത്തോം പർ ഔർ മാഥേ പർ നസേ ഉഭർ ആയി തീ. അദ്ദേഹത്തിന്റെ കൈകളിലും നെറ്റിയിലും ഞരമ്പ് തെളിഞ്ഞു വന്നിരുന്നു. ജാനെ കൈസെ ഉസ്നെ മേരി ശങ്ക ഭാപ് ലി ഔർ ബോല ദമ നഹി ഹെ മുജെ ഫസ്ലി കാസി ഹെ. ബദലുവിന് ആസ്മയാണെന്നുള്ള ലേഖകന്റെ സംശയം ആവിയാക്കിക്കൊണ്ടുള്ള രീതി തന്നെ ബദലു പറഞ്ഞു, അദ്ദേഹത്തിന് ആസ്മയൊന്നുമല്ല, അദ്ദേഹത്തിന് ചുമ മാത്രമേ ഉള്ളൂ. യഹി മഹീനെ 2 മഹീനെ സെ ആ രഹി ഹെ. ഇത് 1-2 മാസം കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 10-15 दिन में
ടീക് ഹോ ജായേഗി. 10-12 ദിവസം കൊണ്ട് ഈ ചുമ അങ്ങ് ശരിയാകും. മൈ ചുപ് രഹ. ലേഖകൻ മിണ്ടാതെയിരുന്നു. മുझे लगा उसके अंदर कोई बहुत बड़ी व्यथा छिपी है. ലേഖകന് തോന്നി ബദലുവിന്റെ മനസ്സിൽ ഒരു വലിയ വിഷമം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. मैं देर तक सोचता रहा कि इस मशीन युग ने कितने हाथ काट दिए हैं. ലേഖകൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു, ഈ മെഷീൻ യുഗം എത്ര കൈകളാണ് വെട്ടിക്കളഞ്ഞതെന്ന്. ഇവിടെ കൈകൾ വെട്ടിക്കളഞ്ഞതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്ര കൈകളെ നിഷ്ക്രിയമാക്കി. ഫോർ എക്സാമ്പിൾ, ഈ ബദലു തന്നെ അദ്ദേഹം ഒരുപാട് അരക്കിന്റെ വളകളെല്ലാം പണിഞ്ഞ് പുള്ളി ഫുൾ ആക്റ്റീവായിട്ട് നല്ല ചെയ്തിരുന്നതാണ്. പക്ഷെ ഈ മെഷീൻ യുഗം വന്നതോടുകൂടി പുള്ളിക്കൊന്നും ചെയ്യാനില്ലാതായി. പുള്ളിയുടെ കൈ ഇനേർട്ടായിപ്പോയി, കൈ കൊണ്ടൊന്നും ചെയ്യാനില്ലാതായിപ്പോയി. കുച്ച് ദേർ ഫിർ ശാന്തി രഹി ജോ മുझे अच्छी नहीं लगी. കുറച്ചു നേരവും ഇതേപോലെ ഒരു ശാന്തത, ആരും ഒന്നും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ലേഖകൻ എന്തോ ഒരു അത്ര നല്ലതായി തോന്നിയില്ല. आम की फसल अब कैसी है काका? कुछ देर पश्चात मैंने बात का विषय बदलते हुए पूछा. അപ്പോൾ കുറേ നേരം ഇങ്ങനെയല്ലോ എന്നത് ബദലുവിനും എന്തോ മനസ്സിൽ വിഷമമുണ്ട്. ലേഖകനും ഈ മെഷീൻ യുഗത്തെക്കുറിച്ച് ആലോചിച്ചൊക്കെ രണ്ടുപേരും കുറച്ചേരൊന്ന് സൈലൻസ് ആയിരുന്നു. അപ്പം ലേഖകന് തന്നെ അതിലൊരു ഇറിറ്റേഷൻ തോന്നി. വിഷയം മാറ്റാൻ വേണ്ടി ലേഖകൻ ബദലുവിനോട് ചോദിച്ചു, ആ മാങ്ങയുടെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? अच्छी है लला, बहुत अच्छी है. उसने लहककर उत्तर दिया और अंदर अपनी बेटी को आवाज दी, अरे रज्जो, लला के लिए आम तो ले आ. ആ മാങ്ങയുടെ കൃഷിയൊക്കെ നല്ല രീതിയിൽ പോകുന്നു അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തിരുന്ന മകളോട് വിളിച്ചു പറഞ്ഞു, രജ്ജോ, ലലായ്ക്ക് വേണ്ടി മാങ്ങ കൊണ്ടുവരൂ. फिर मेरी और मुखातिब होकर बोला, माफ करना लला, तुम्हें आम खिलाना भूल गया था. അയ്യോ ലല, എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് ലലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ലല എന്നോട് ക്ഷമിക്കണം, ഞാൻ ലലായ്ക്ക് മാങ്ങ തരാനായിട്ട് അങ്ങ് മറന്നുപോയി. നെഹി നെഹി കാക്ക, ആം തോ ഇസ് സാൽ ബഹുത് കായേ ഹേ. അപ്പോൾ ലേഖൻ എൻ്റെ മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നും വിഷമിക്കണ്ട, ഞാൻ ഈ വർഷം തന്നെ ഞാൻ ഒരുപാട് മാങ്ങ കഴിച്ചിരിക്കുന്നു. വാ വാ, ബിന ആം കിലായേ കൈസേ ജാനാ ദൂങ്കാ തുമേ. എന്നിട്ടും ബദലുവിന് വിടാൻ താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞു, അത് പറ്റത്തില്ല, ഈ വീട്ടിൽ നിന്ന് ഇവിടുന്ന് മാങ്ങ കഴിക്കാതെ നിന്നെ ഞാൻ എങ്ങനെ വിടും? മൈ ചുപ് ഹോ ഗയാ. ലേഖകൻ മിണ്ടാതിരുന്നു. मुझे वे दिन याद हो आए जब वो मेरे लिए मलाई बचाकर रखता था. ലേഖകന് വീണ്ടും ഇല്ല പഴയകാല ഓർമ്മ വന്നു. അന്ന് പാലിൻ്റെ ക്രീമൊക്കെ ഇദ്ദേഹത്തിന് വേണ്ടി, ലേഖകന് വേണ്ടി ബദലു കരുതി വെക്കുമായിരുന്നു. ആ കാലമൊക്കെ ഓർമ്മ വന്നു. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പശുവിൻ്റെ ഓർമ്മയും വന്നു. ഉടനെ ലേഖകൻ ബദലിനോട് ചോദിച്ചു, ഗായ് തോ അച്ചി ഹേല കാക്ക മൈനെ പൂച്ച. അപ്പോൾ ലേഖകൻ ബദലിനോട് ചോദിച്ചു, ആ പശുവൊക്കെ നല്ലോണം ഇരിക്കുന്നില്ലേ കാക്ക? ഗായ് കഹാ ഹേ ലല, 2 साल हुए बेचती, कहाँ से खिलाता. അപ്പോഴാണ് ബദലു അതിൻ്റെ മറുപടി പറഞ്ഞത്, പശു ഇപ്പോൾ ഇവിടെ ഇല്ല, 2 വർഷം മുമ്പ് പശുവിനെയും വിറ്റു, അതിന് തീറ്റിപ്പോറ്റാനൊന്നുള്ള ഒരു നിവർത്തി ഇല്ല. इतने में रज्जो उसकी बेटी अंदर से एक डलिया में ढेर से आम ले आई. ഇത്രയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബദലുവിൻ്റെ മകള് രജ്ജോ അകത്തു നിന്നും ഇഷ്ടം പോലെ ഒരു കൊട്ട നിറച്ച് മാങ്ങ കൊണ്ടുവന്നു. യോ ബഹുത് ഹേ കാക്ക, ഇതിനെ കഹാ കാ പാവുങ്ക മൈനെ കഹാ. അപ്പോൾ ലേഖകൻ പറഞ്ഞു, യോ ഇത് ഒരുപാട് മാങ്ങയുണ്ട്, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കഴിക്കും? വാ വാ, വ ഹസ് പടാ ഷഹരി ടഹരേനാ, मैं तुम्हारी उम्र का था तो इसके 4 गुण आम एक बकत में खा जाता था. അപ്പോൾ ലേഖൻ ബദലുവിനോട് പറഞ്ഞില്ലേ തനിക്ക് ഇത്രയൊന്നും മാങ്ങ കഴിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം അതിൻ്റെ മറുപടിയായിട്ട് ബദലു പറയുകയാണ്, എന്താണ്, നിങ്ങൾ സിറ്റിയിലൊക്കെ ഇരിക്കുന്ന ആളല്ലേ, ഞാൻ, അതായത് ബദലു തൻ്റെ ഈ പണ്ടത്തെ കാലം, അതായത് ഇപ്പോഴത്തെ ലേഖകൻ്റെ പ്രായത്തിൽ ലേഖൻ കഴിക്കുന്നതിൻ്റെ ചൗഗുണേ എന്ന് വെച്ചാൽ 4 ഫോൾഡ്, 4 ഇരട്ടി മാങ്ങ ഏക് ബക്കത്മേ ഒരു സമയത്ത് കഴിക്കുമായിരുന്നു. അതായത് ഒരു സമയത്ത് ലേഖകൻ കഴിക്കുന്നതിൻ്റെ 4 ഇരട്ടി മാങ്ങ ബദലു കഴിക്കുമായിരുന്നു. आप लोगों की बात और है, मैंने उत्तर दिया. ലേഖകൻ അതിന് നിങ്ങളുടെ കാര്യം മറ്റു രീതിയിലാണെന്നുള്ള മറുപടി കൊടുത്തു. अच्छा बेटी, लला को 4-5 आम छांट कर दो, सिंदूरी वाले देना, देखो लला कैसे है, इसी साल यह पेड़ तैयार हुआ है. അപ്പോൾ ബദലു തൻ്റെ മകളോട് പറഞ്ഞു,
നാലഞ്ച് മാങ്ങ വേറെ സോർട്ട് ചെയ്ത് ലലുവിന് കൊടുക്കണം. എന്താണ്? സിന്ദൂരി വാലെ മാങ്ങ കൊടുക്കണം. അതിൽ നിന്നുള്ള ഫലം ഈ വർഷമാണ് കിട്ടിത്തുടങ്ങിയത്. രജുവിനെ 4-5 ആം അങ്കുലി മേ ലേക്കർ മേരി ഓർ ബഠാ ദിയ. രജു 3-4 മാങ്ങ എടുത്ത് കൈ കൊണ്ടെടുത്തിട്ട് ലേഖകന് കൊടുത്തു. आम लेने के लिए मैंने हाथ बढ़ाया तो मेरी निगाह एक क्षण के लिए उसके हाथों पर टिटक गई. മാങ്ങ മേടിക്കാനായിട്ട് രജുവിൻ്റെ നേരെ കൈ നീട്ടിയപ്പോൾ ഒരു നിമിഷത്തേക്ക് രജുവിൻ്റെ കൈയിലേക്ക് ലേഖകൻ്റെ ശ്രദ്ധ പതിഞ്ഞു. ഗോരി ഗോരി കലായിയോം പർ ലാഖ് കി ചൂടിയാം ബഹുത്ത് ഹി ഫബ് രഹി തി. നല്ല വെളുത്ത കയ്യിൽ ഈ അരക്കിൻ്റെ വളകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ അരക്കിൻ്റെ വളകൾ ധരിച്ചുകൊണ്ടായിരുന്നു ബദലുവിൻ്റെ മകള് നിന്നിരുന്നത്. ബദലുവിനെ മേരി ദൃഷ്ടി ദേഖ് ലി ഔർ ബോൽ പടാ. ബദലു ഇത് കണ്ടു. ബദലു ലേഖകൻ രജുവിൻ്റെ കൈകളിലേക്ക് നോക്കുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞു, എന്താണ്? യഹി ആഖിരി ജോഡ ബനായാ ഥാ ജമീന്ദാർ സാഹബ് കി ബേട്ടി കെ വിവാഹ് പർ. ആഖിരി എന്ന് വെച്ചാൽ അവസാനത്തെ. അപ്പം ഇത് ബദലു പണിഞ്ഞ അവസാനത്തെ ജോഡി വളകളാണ്. ആർക്ക് വേണ്ടി? ജമീന്ദാർ സാഹബിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി പണിഞ്ഞതാണ്. 10 ആനെ പൈസെ മുസ്കോ ദേ രഹേ തെ. പക്ഷേ ഇതിന് പ്രതിഫലമായിട്ട് 10 അണയായിരുന്നു ജമീന്ദാർ ബദലുവിന് കൊടുത്തത്. മൈനെ ജോഡ നഹി ദിയ. അത് ബദലുവിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം പുള്ളി അത് അംഗീകരിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, കഹാ ഷഹർ സേലയാവോ, നിങ്ങൾ പട്ടണത്തിൽ നിന്ന് മേടിച്ചോളൂ. കാര്യം എന്താണ്? ബദലു വിവാഹത്തിനും അങ്ങനെയുള്ള വിവാഹ ആവശ്യങ്ങൾക്കായിട്ടുള്ള വളകൾ പണിയുമ്പോൾ ബദലു നല്ല രീതിയിൽ അതിൻ്റെ പ്രതിഫലം പറ്റുമായിരുന്നു. ആ ഒരു കാര്യത്തിന് മാത്രമേ ബദലുവിന് നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം ചിലപ്പം ഫ്രീ ആയിട്ട് കൊടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾക്ക് പകരമായിട്ടും എല്ലാം ബദലു വളകൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ വിവാഹ ആവശ്യത്തിന് ബദലു നല്ല പ്രതിഫലം പറ്റിയിട്ടായിരുന്നു ചൂടിയാം, അതായത് വളകളുണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പം അതിന് എതിരായിട്ട് ജമീന്ദാർ സാഹബ് 10 അണ മാത്രം കൊടുത്ത് ഈ വളകൾ മേടിക്കാനൊരുങ്ങിയപ്പോൾ ബദലു അത് അക്സെപ്റ്റ് ചെയ്തില്ല. അദ്ദേഹം ആ വള അദ്ദേഹത്തിന് വിറ്റില്ല. മൈനെ ആം ലേ ലിയേ ഔർ കാക്കർ തോടി ദേർ പശ്ചാത്ത് ചലാ ഗയ. ലേഖകൻ ആ മാങ്ങ എടുത്ത് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം തിരിച്ചുപോയി. मुझे प्रसन्नता हुई कि बदलू ने हार कर भी हार नहीं मानी थी. ബദലുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ ലേഖകന് ഒരുപാട് സന്തോഷം തോന്നി. എന്തുകൊണ്ടാണ് ലേഖകന് സന്തോഷം തോന്നിയത്? ബദലു ജീവിതത്തിൽ തോറ്റുപോയെങ്കിലും അദ്ദേഹം ആ തോൽവി അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. മെഷീൻ യുഗം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചവടമെല്ലാം തകർന്ന് അദ്ദേഹത്തിന് ജീവിതത്തിൽ തോക്കേണ്ടി വന്നു. എന്നിരുന്നാലും അദ്ദേഹം പൊരുതിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം അവസാനമായി ഉണ്ടാക്കിയ അരക്കിൻ്റെ വളകൾ പോലും അദ്ദേഹം ചെറിയ വിലയ്ക്ക് ആൾക്കും വിൽക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ആ വള സ്വന്തം മകളുടെ കൈകളിലേക്ക് അണിയിച്ചു കൊടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മറ്റു വഴികളിലൂടെ അദ്ദേഹം ജീവിച്ചു. उसका व्यक्तित्व कांच की चूड़ियों जैसा न था कि आसानी से टूट जाए. ബദലുവിൻ്റെ വ്യക്തിത്വം കുപ്പിവളകളെ പോലെയല്ല. എന്താണ്? ആസാനീസെ ടൂട്ട് ജായെ, കുപ്പിവള പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ബദലുവിൻ്റെ വ്യക്തിത്വം അതുപോലെയല്ല. ബദലുവിൻ്റെ വ്യക്തിത്വം അരക്കിൻ്റെ വളകൾ പോലെയാണ്, അത് പെട്ടെന്ന് പൊട്ടില്ല. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ബദലുവിനെ പോലെ വളയുണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെറിയ കുടിൽ വ്യവസായക്കാരെ, അവർ സംതൃപ്തിയോടെ ജീവിച്ചിരുന്നവരാണ്. അവരുടെ ജീവിതം എങ്ങനെയാണ് ഈ മെഷീൻ യുഗം തകർത്ത് കളഞ്ഞതെന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും.